ഇങ്ങോട്ട് മുറുക്ക പിടിച്ചാൽ എന്നിട്ട് ഇങ്ങനെയും പിടിക്കേ ഇങ്ങനെ പിടിക്കണോ ആ ഇങ്ങനെ പിടിക്കേ പിടിക്കുക അങ്ങനെ പിടിക്കല്ല അപ്പോൾ കാലൊടിഞ്ഞു പോയില്ല ഇവിടെ പിടിക്കുക ഒന്നും ചെയ്യില്ല അത് ആ അങ്ങനെ പിടിച്ചാൽ വാ ഒന്നും കൂടി വാ ഹായ് ഫ്രണ്ട്സ് പേടിയാവുന്നുണ്ടോ പിടിക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മളിന്ന് നാടൻ കോഴി വെച്ചിട്ടുള്ളൊരു പരിപാടിക്കാണ് അപ്പോൾ അത് ഒരു 2-3 മാസം മുമ്പ് ഞാൻ ചക്കയും മാങ്ങയും വിളയുന്ന സൗദി അറേബ്യയിലെ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഒസ്ഫാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ പറ്റി ഇട്ടിരുന്നു അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കുറച്ച് കോഴികളെയും വാങ്ങിയിട്ടാണ് വന്നത് അന്ന് ചെറിയ കോഴിക്കുട്ടികളായിരുന്നു ഇപ്പോൾ അത് കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കിന്ന് റെഡിയാക്കാം തലക്കടി അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഗീ റോസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇതാണ് അതിൻ്റെ ഭക്ഷണത്തിൻ്റെ വെട്ടി. അപ്പോൾ കോഴീനെ കറുത്തു നന്നാക്കി വേണ്ടില്ല, ഇതേപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്ത് പൊടിക്കാനുണ്ട്. അത് കുരുമുളക്, പിന്നെ കുറച്ച് മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, വറ്റൽമുളക്. ഇത് 5 എണ്ണം ഒന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കണം. അതിനായിട്ട് പിന്നെ നമ്മളിപ്പോൾ കാണിച്ച ഇതൊക്കെ മസാലകൾ, ജീരകം, ഉലുവ, കുരുമുളക് ഇതൊക്കെ അരച്ചെടുത്തതാണ്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 2-3 ടേബിൾ സ്പൂണ് തൈര്, പാകത്തിന് ഉപ്പ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ഇടാട്ടോ. ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ്, പക്ഷേ പിന്നെ ചിക്കനൊക്കെ കോഴിനെയൊക്കെ കട്ട് ചെയ്ത് നന്നാക്കിയൊക്കെ വന്നപ്പോഴത്തേന് ഇരുടായിപ്പോയി. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ നമ്മൾ ഈ മസാല വറുത്ത് പൊടിച്ചില്ലേ,
അതിലൊരു പിഞ്ച് ഉലുവ കൂടി ചേർക്കണം കേട്ടോ വറുത്ത് പൊടിക്കുമ്പോൾ. അത് ഞാൻ വിട്ടുപോയതാണ് പറയാൻ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. പിന്നെ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം നേരം വെക്കണം നല്ലതാട്ടോ, മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ. അപ്പോൾ അത് കണ്ടില്ലേ, നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമുക്ക് അരമണിക്കൂർ മസാല തേച്ചിട്ട് വെക്കണം. ഇനി വേണ്ടത് നമുക്ക് ഒരു വലിയ സവാള, ഒറ്റ മതി കേട്ടോ. ഈ ഇന്നത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഒരു വലിയ സവാള ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇന്ന് ഞങ്ങൾ കുക്ക് ചെയ്യണത് നമ്മളെ ഫ്ലാറ്റിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. മക്കളവിടെ തീ കത്തിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ അടുപ്പുണ്ട്, വിറകുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ അടുപ്പിൽ പണിയെടുക്കും അല്ലേ. ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ടെറസിൻ്റെ മുകളിൽ നമ്മളെ ഗ്രില്ല് ചെയ്യണ ഇതില്ലേ സ്റ്റാൻഡ്, അതിൻ്റെ മുകളിൽ ഒരടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പരീക്ഷണം അവിടെയാണ്. ഇപ്പോൾ നമ്മളെ അടുപ്പൊക്കെ കണ്ടല്ലോ അല്ലേ. ഒരു ചെറിയ തട്ടിക്കൂട്ടലാണ് കേട്ടോ. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. കേട്ടില്ല, നല്ല കാറ്റുണ്ട് കേട്ടോ. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ ചിക്കൻ ഇന്ന് ചിക്കൻ ഗീ റോസ്റ്റ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നെയ്യെല്ലാം ചൂടായിട്ടുണ്ട്. നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തത്. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റാണ്, അതുകൊണ്ട് ഒക്കെ പാളി പോവുക. പിന്നെ എപ്പോഴും ഇങ്ങനെ ഈ സ്റ്റൗവിലും റൂമിൻ്റെ ഉള്ളിലുള്ള കുക്കിംഗ് അല്ലേ. അപ്പോൾ ഇത് ഒരു രസമാണല്ലോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യണതും. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇതാണ്ടില്ല വഴണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല തേച്ചിട്ട് അരമണിക്കൂർ കഴിയുകയും ചെയ്തു. ഇനി ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്നിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രോയിലർ കോഴിനെ അപേക്ഷിച്ച് കുറച്ചൊരു വേവ് കൂടുതലുണ്ടാവും. അതുകൊണ്ട്
അത് മസാല തേച്ച് വെച്ച പാത്രത്തിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പൊക്കെ നോക്കി ഇത് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഒന്നാമത് മൺചട്ടിയിലും കൂടി ആണെങ്കിൽ പിന്നെ നമ്മളധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അടിയിലൊക്കെ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നാടൻ കോഴിയും കൂടി ആയതുകൊണ്ട് കുറച്ച് വേവും കൂടുതലാണ്. പിന്നെ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടൊരു 10-20 മിനിറ്റ് ആയിക്കണേ. കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് വെന്തോന്നൊന്ന് നോക്കാൻ ഒരു കഷ്ണം എടുത്ത് ഇതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കട്ടെ. ഓ, വേവ കഴിക്കണേ. വേവൊക്കെ ചെയ്തോളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് തുറക്കാൻ പോണത് വെള്ളം പൊടിച്ചത്. ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ, കട്ടയൊക്കെ ഉണ്ട്. നമുക്ക് ചൂടിലങ്ങോട്ട് അലത്തോളും. 1 ടീസ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് അടച്ച് വെച്ച് ഒന്നും കൂടി അടുപ്പത്ത് തന്നെ വെക്കുക. അത് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്താ വേണം. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കുക. ആ നെയ്യിൻ്റെ ഉപ്പ് നമ്മൾ ഇന്നത്തെ ചിക്കൻ ഗീ റോസ്റ്റ്. അപ്പോൾ എന്ത് വേണം, കുറച്ചൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. ആ കറിവേപ്പിലേൻ്റെയും ആ നെയ്യിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും കൂടി ഒന്ന് വരട്ടെ. വാവ്. ഇനി ഒന്നും പറയാനില്ല കേട്ടോ. ഇനി ബാക്കി നമുക്ക് പ്ലേറ്റിൽ ഇട്ടിട്ട് കാണാം. അപ്പോൾ നമ്മളെ ചിക്കൻ ഗീ റോസ്റ്റ് റെഡി. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ.